കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആവശ്യമാണ്. പോക്മോൻ എന്നൊരു വീഡിയോ ഗെയിംസ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. പൊക്കിമോൻ എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു സിമ്പൽ അല്ലേ? പൊക്കിമോൻ അറിഞ്ഞൂടാ? അപ്പൊ നിങ്ങൾ ഇത്രയും ഡൗൺ ഡേറ്റഡ് ആണോ? പോക്കിമോൻ ഇപ്പൊ അല്ല, കൊണ്ടോട്ടേ ഉള്ള സാധനം. POKE എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ മേലൊരു കുഞ്ഞിപ്പുണ്ട്, ഒരു അപ്പോസ്ട്രോഫി. പോക്കിമോൻ അത് പോക്കറ്റ് മോൺസ്റ്റേഴ്സ് എന്നതിന്റെ ചുരുക്കമാണ് പോക്കിമോൻ. പോക്കറ്റ് മോനല്ല, മോണാണ്. മോൺസ്റ്റർ എന്നുള്ളതിന്റെ ചുരുക്കം. അത് കുറെ മാജിക്കൽ ക്രീച്ചേഴ്സ്. ചില ഇതപ്പോ ഏത് രാജ്യത്താണ് ഇതിന്റെ ഉത്ഭവം? ജപ്പാൻ. ആയിക്കൊള്ളാത്ത പേരുള്ള ഒരാളാണ് സതോഷി നാക്കോമോട്ടോ, അങ്ങനത്തെ പേരുള്ള ഒരാളാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അയാള് ഭാവനയിൽ ആദ്യം ഒരു ഗെയിം ആയിട്ട് ഉണ്ടാക്കിയത്, ചെറിയ കൺസോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. അല്ല, ഇപ്പോഴും അത് തന്നെയല്ലേ? ഇപ്പോഴും പല കൺസോളിലും കളിക്കാൻ പറ്റും. പിന്നെ അതൊരു അനിമി ഉണ്ടായി, അതായത് കാർട്ടൂൺ സീരീസ് ഉണ്ടായി. പിന്നെ കാർട്ടൂൺ സീരീസ് കൂടുതൽ ഗെയിമിനേക്കാൾ പ്രശസ്തമായി ചില ഭാഗങ്ങളിലൊക്കെ. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആക്ച്വലി ഗെയിം വരുന്നതിന് മുമ്പ് കാർട്ടൂൺ സീരീസ് പ്രശസ്തമായിട്ടാണ് ഗെയിം പ്രശസ്തമായത്. കാരണം ഈ ഗെയിം ബോയ് എന്ന് പറഞ്ഞ കൺസോൾ ഉണ്ട്, അതായത് ഗെയിം കളിക്കാൻ വേണ്ടി വീഡിയോ ഗെയിമിന്റെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ. പിന്നെ അതിന്റെ കാർഡൊക്കെ വന്നു. കാർഡ് ഭയങ്കര ഫേമസ് ആണ്. കാർഡ് മീൻസ് പോക്കിമോൺ, ഈ ട്രേഡിംഗ് കാർഡ്സ്. അതായത് ഗെയിം എന്ന് പറഞ്ഞാൽ ഓരോ പോക്കിമോൺസ് ആണ്, അതായത് ഓരോ മോൺസ്റ്റേഴ്സ്, ഓരോ ജീവികൾ. ഓരോ ജീവികളുടെ രൂപമുള്ള കാർഡ് രൂപത്തിലല്ല, ആ കാർഡിൽ അവരുടെ ഒരു ചിത്രം ഉണ്ടാവും, അവരുടെ സ്റ്റാറ്റ്സ് എഴുതും. ഇപ്പൊ നമ്മള് കാറിന്റെ ഒക്കെ കാർഡ് ഗെയിം കളിക്കില്ലേ, ഓരോ കാറിന്റെ സ്റ്റാറ്റ്സ് വെച്ചിട്ട്, അതേപോലെ ഇതിന് ആ പോക്കിമോൺസിന്റെ ഒരു ചിത്രം ഉണ്ടാവും. ഓരോ മോൺസ്റ്റേഴ്സിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാവും, ടൈപ്പിങ്ങും അതിന്റെ അറ്റാക്ക് സ്റ്റാറ്റ്, അങ്ങനെ കുറെ സ്റ്റാറ്റുകളുണ്ട്. അതും വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ രണ്ടുപേർക്കായിട്ട് കാർഡ് വെച്ചിട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വീഡിയോ ഗെയിംസ് ഒക്കെ ഇപ്പൊ പല ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, ആളെ കൊല്ലുന്ന ഗെയിംസ് ആയി മാറുന്നു. ഗെയിംസ് കണ്ട് തന്നെ ആൾക്കാർ നേരെ പോയി കയറെടുത്ത് തൂങ്ങിച്ചാവുന്നു. അതൊക്കെ ഈ ബ്ലൂ വെയിൽ അങ്ങനെ എല്ലാം വീഡിയോ ഗെയിം തന്നെയല്ലേ? അല്ല. അപ്പൊ അതും ഈ പോക്കിമോൺ തമ്മിലുള്ള വ്യത്യാസം എന്താ? പോക്കിമോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സാധാ ഒരു ഗെയിം അല്ല, അതൊരു ഫിനോമിനിയാണ്. അതിൽ തന്നെ ഈ പോക്കിമോൺ നമുക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. പോക്കിമോൺ ഗോ എന്നാണ് ആ ഗെയിമിന്റെ പേര്. ആ ഗെയിം ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഗെയിമാണ്. ലോകത്തിലെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗെയിമും കുറെ വർഷങ്ങളോളം പറയാം കുറെ വർഷങ്ങളോളം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചിരുന്ന ഗെയിമുമാണ് ഈ പോക്കിമോൺ ഗോ. സാധാരണ നമ്മളൊരു മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ നമ്മളെ മൊബൈലിൽ തന്നെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയായിരിക്കും, വേറെ ഒന്നും ചെയ്യണം, ഒന്നും ചുറ്റുമുള്ള നോക്കാനില്ല, ഒന്നുമില്ല. കാണാറുള്ളത്. അതെ, പരിസരം മറക്കും. പോക്കിമോൺ ഗോ അങ്ങനെയല്ല. ഇപ്പൊ ഗെയിമിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇൻ റിയൽ ലൈഫ് നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് നടക്കണം. അതായത് ഇപ്പൊ ഗെയിമിൽ ഇവിടെ നിന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ ഇവിടെ നിന്ന് തൃശ്ശൂർ പോകണം, നടക്ക് ബസ്സിൽ കയറി എങ്ങനെ വേണമെങ്കിൽ പോവാം. സാധാരണ ഗെയിംസ് പോലല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഗെയിം പ്രാക്ടിക്കലി കളിക്കുമ്പോ എങ്ങനെ നമുക്കിപ്പോ ഇത് പ്രാക്ടിക്കൽ അല്ലല്ലോ, കളിച്ചോണ്ടിരിക്കുമ്പോ തൃശ്ശൂര് പോകേണ്ട ആവശ്യം ഗെയിമിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഗെയിം തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡെസേർട്ട് ആയിരുന്നു. മെയിൻ ഗെയിമില് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഗെയിമിലെ ചില ലൊക്കേഷൻസ് ഉണ്ട്, അത് പോക്കി സ്റ്റോപ്സ്, ജിംസ്, അങ്ങനെയൊക്കെ പറഞ്ഞ ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ നിന്നായിരിക്കും നമ്മൾ പോക്കിമോണിനെ പിടിക്കാനുള്ള ഐറ്റംസും അങ്ങനെയുള്ള ചില ഐറ്റംസ് ഒക്കെ ഇട്ട്. പിന്നെ ചില പോക്കിമോണിനൊക്കെ പിടിക്കാൻ അവരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് വേണം പിടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മോൺ എന്ന് പറയുമ്പോ മനസ്സിൽ മോൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ നീ എന്തോ ഇത് ഭയങ്കര ഇത് ശരിക്കും ഭീകരനാണ്. മോൺസ്റ്റർ പക്ഷെ ചില പോക്കിമോണൊക്കെ ഭയങ്കര ക്യൂട്ടുമാണ്. ചിലതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ മായാവിയൊക്കെ പോലെ. മായാവി ആക്ച്വലി അങ്ങനെയാണല്ലോ, മായാവി കുട്ടിച്ചാത്തനാണെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. 84 മായാവി വരുന്നത്. പോക്കിമോൺ അനിമിയുടെ, അതായത് അനിമി എന്ന് പറഞ്ഞാൽ അനിമേഷന്റെ കഥ ഓൾമോസ്റ്റ് നമ്മുടെ മായാവിയുടെ സെയിം തന്നെയാണ്. അതിൽ രാജുവിനും രാധയ്ക്കും മായാവി ഉണ്ട്. അനിമേഷനില് ജപ്പാനീസ് അനിമേഷനിലെ ഹീറോയുടെ പേര് സതോഷി എന്നാണ്. ഇംഗ്ലീഷിൽ വന്നപ്പോൾ ആഷ് കെച്ചം എന്നാണ് ആ കുട്ടിയുടെ, മലയാളത്തിൽ വേണമെങ്കിൽ സന്തോഷ് ആഷ് കെച്ചം എന്നാണ് കുട്ടിയുടെ പേര്. അതിൽ കഥ ഇങ്ങനെയാണ്, അവൻ ഇതുപോലെ പോക്കിമോൺ ജേണി തുടങ്ങുകയാണ്. അത് ജേണി തുടങ്ങുമ്പോൾ അവൻ്റെ അടുത്തൊരു പ്രൊഫസർ ഉണ്ട്. ആ പ്രൊഫസറുടെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു പോക്കിമോൺ തരും.
പ്രൊഫസർ. ആ പോക്കിമോണിനെ വെച്ച് നമ്മൾ വേറെ പോക്കിമോൺസിനെ ബാറ്റിൽ ചെയ്ത് തോൽപ്പിച്ച് അതിനെ പിടിക്കാൻ പറ്റും. അതിന് പോക്കിബോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ബോൾ ഇട്ടാണ് പിടിക്കിയതിനെ. അപ്പൊ ആദ്യം ഇവൻ പ്രൊഫസറിന്റെ വീട്ടിലെത്താൻ ഇത്തിരി വൈകുകയാണ്. അപ്പൊ വൈകുമ്പോൾ സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്ന പോക്കിമോണിനൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോയി. ഇവനെ കിട്ടുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പീക്കാച്ചു എന്ന് പറഞ്ഞ പോക്കിമോനാണ്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോക്കിമോനാണ് ഈ പീക്കാച്ചു. അവസാനം ചെന്ന ആൾക്ക് ഏറ്റവും നല്ലത് കിട്ടി. അല്ലായിട്ടില്ല, ഈ അനിമയുടെ കഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് ഏറ്റവും ഫേമസ് ആയത്. അത് നല്ലതായതുകൊണ്ടല്ല, അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. തുടക്കക്കാർക്ക് പറ്റിയ പോക്കിമോൺ അല്ല പീക്കാച്ചു. ഇവൻ പറയണൊന്നും അതനുസരിക്കില്ല. മനസ്സിലായ? അഡ്വാൻസ്ഡ് ആയപ്പോ സംഭവം ഇവനേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. ഇവന്റെ ലെവൽ ഭയങ്കര കുറവാണ്. കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇവന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ പോക്കിമോൻ പറയണൊന്നും അനുസരിക്കില്ല. അതാണ് ഒരു ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോൺ. പോക്കിമോണിൽ 18 ടൈപ്പ് ഉണ്ട്. അപ്പൊ പീക്കാച്ചു ഒരു ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോൺ ആണ്. അപ്പൊ അതിന് ഇലക്ട്രിക് ടൈപ്പ് അറ്റാക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ആൾക്കാരെ വേണമെങ്കിൽ ഷോക്ക് അടിപ്പിക്കാം. തണ്ടർ ബോൾട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഷോക്ക് അടിക്കും. അങ്ങനെ പല ടൈപ്പ് അറ്റാക്സ് ഉണ്ട് പോക്കിമോൺ. ഇപ്പൊ ഓർമ്മ വരുന്ന 2-3 കൊല്ലം മുമ്പ് അർണോൾഡ് ഷ്വാസ്നറുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു BMW ഇലക്ട്രിക് കാറിന്. അതിലങ്ങനെ കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഒന്ന് കൈ പറക്കുന്നു. പോക്കിമോൺസിന് അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റൊരാളെ വേണമെങ്കിൽ ഷോക്ക് വേണമെങ്കിൽ ചെയ്യാം. വേറെ കാര്യം എനിക്ക് അതൊക്കെ ഓർമ്മ വരുള്ളൂ. അല്ലാതെ ഞാൻ ഈ വീഡിയോ ഗെയിംസ് കണ്ടിട്ടില്ല, കളിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വീഡിയോ ഗെയിമും ഞാൻ കളിച്ചിട്ടില്ല. സാധാരണ ഒരു വീഡിയോ ഗെയിം നമുക്ക് തെളിയുന്ന കുട്ടികൾ കളിക്കാനുള്ള സാധനം അങ്ങനെയല്ല. അല്ലല്ല, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു ഇലക്ട്രോണിക് സർവീസ് ഷോപ്പിൽ. അവിടെ എന്റെ ഓണർ സ്ഥിരം പണിയായിരുന്നു വീഡിയോ ഗെയിംസ് കളി. എന്നാലും ഞങ്ങൾ ഒരേ പ്രായമാണ്. പ്രായം എത്ര വയസ്സുണ്ടോ? അന്നൊരു അറൗണ്ട് 30. അത്രേ ഉള്ളൂ. ഇപ്പോഴും 30 എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു സാധാരണക്കാർ വിചാരിക്കണം വീഡിയോ ഗെയിം കളിക്കുന്ന പ്രായമാണ്. പക്ഷെ ഈ പോക്കിമോൺ ഗോ വന്ന സമയത്ത്, റിലീസായ സമയം 2016 റിലീസ് ആവുന്നത്, ആ സമയം വരെ കളിക്കുന്ന ഒരാളെ എനിക്കറിയാം. പുള്ളി അമേരിക്കയിലായിരുന്നു ആ സമയത്ത്. ഇത് ഇന്ത്യയിലുള്ളതിനേക്കാൾ അമേരിക്കയിലൊക്കെ ആയിരുന്നു ഭയങ്കര പോപ്പുലർ. ഇപ്പൊ 2016 ഈ പോക്കിമോൺ ഗോ ഗെയിം റിലീസായ സമയത്ത് പുള്ളി അവിടെ കളിക്കാൻ തുടങ്ങി. പുള്ളിക്ക് ഇപ്പൊ 54 വയസ്സുണ്ട്. എന്നെക്കാളും ഒരു 2-3 വയസ്സ് കുറവ്. പുള്ളി അന്ന് അമേരിക്കയിൽ ഇത് കളിക്കുമ്പോ എന്നെക്കാളും 2-3 വയസ്സ് കൂടുമായിരിക്കും എന്ന് പറയുമ്പോ കുറയ്ക്കുകയാണല്ലേ. എന്തായാലും അന്ന് പുള്ളി അത് അവിടെ കളിക്കുമ്പോ ആ ഗ്രൂപ്പില് പുള്ളി ഇതിൽ പ്രായം കുറഞ്ഞാളും കൂടുതൽ 60-70 റിട്ടയർ ആയ ഷഷ്ടിപൂർത്തിയാവുമ്പോ വീഡിയോ ഗെയിംസ് തുടങ്ങും എന്നാണോ? അതായത് നമ്മളിപ്പോ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അതായത് ടിപ്പിക്കലായിട്ട് ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം റിലാക്സ് ചെയ്തൊരു ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി എൻജോയബിൾ ആയിരിക്കും ഒരു ഗെയിം കളിക്കുക എന്ന് പറയുന്നത്. അതും പോക്കിമോൺ ഗോ എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ ഗെയിമാണ്. നമുക്ക് ഒറ്റയ്ക്ക് അത് കളിക്കണമെങ്കിൽ അത് ചീറ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ശരിക്കുള്ള റൂൾസ് ഫോളോ ചെയ്ത് കളിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല ഫുൾ ആസ്പെക്റ്റിൽ. മനസ്സിലായി? അങ്ങനെ ഒരു ഗെയിമാണ് പോക്കിമോൺ ഗോ. അപ്പൊ ഇതിൽ ആത്മഹത്യയാണെങ്കിൽ കൂട്ട ആത്മഹത്യ. ഇതിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് മാത്രമല്ല, പലരുടെ ആത്മഹത്യയൊക്കെ പ്രിവെന്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആരോടും സംസാരിക്കാത്ത ആൾക്കാരൊക്കെ ഗെയിം വഴി കൂടുതൽ, അതായത് ഇവർ ഒരേ ഗ്രൂപ്പായിട്ട് മിങ്കിളിങ് വരും. പലരും ഇങ്ങനെ ഗെയിം വഴി പരിചയപ്പെട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. അല്ല നീ ഇതൊക്കെ നോക്കില്ല? ഞാൻ അത് നോക്കണില്ല. നമുക്ക് പണി കുറഞ്ഞു കിട്ടും. ഇല്ല, ഗെയിം മാത്രമേ ഉള്ളൂ. 2017-18 ആ ഒരു സമയത്തൊക്കെയാണ് ഇന്ത്യയിൽ ഇതൊക്കെ ഒന്നുകൊണ്ട് പ്രചാരമായി വന്നു വരുന്നത്. ഞാൻ തുടങ്ങിയത് 2018-ലാണ്. അപ്പൊ ആ സമയത്തൊക്കെ എന്താ പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇത് ശരിക്കും ഈ കല്യാണ പ്രായോഗത്തിയവർക്കും ഷഷ്ടിപൂർത്തിയായവർക്കും കളിക്കാൻ മാത്രമുള്ളതാണ്. കൊച്ചുകുട്ടിയൊക്കെ പറ്റിയൊന്നുമായിട്ട് പറയാം. എന്റെ ഗ്രൂപ്പിൽ, അതായത് ഞാൻ പാലക്കാടിലെ ഒരു ഗ്രൂപ്പ് അഡ്മിൻ, പാലക്കാട് പോക്കിമോൺ ഗോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാനാണ്. ഇതിന് ഗ്രൂപ്പും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല ഒറ്റ കളിക്കാൻ പറ്റില്ല. വാട്സപ്പ് ഗ്രൂപ്പ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പാലക്കാടിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞാനാണ്. അതിലേക്ക് പുതിയ ആൾക്കാരെ ഫേസ്ബുക്ക് വഴിയും നേരിട്ടും ഒക്കെ കണ്ടുപിടിച്ചതും ആഡ് ചെയ്തതും ഓൾമോസ്റ്റ് 90% ആൾക്കാരെ ഞാൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കക്കാരനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ഞാൻ തന്നെ പരിചയപ്പെട്ടതല്ലേ? പുള്ളിയെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടിട്ട് പുള്ളിക്ക് അമേരിക്കയിൽ അവിടെ കളിക്കാൻ വേണ്ടി ജിമ്മ്, പോക്കിസ്റ്റോപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. പുള്ളിയുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നില്ല. ഒരു കളിക്കാൻ ജിമ്മും വേണം. ആ ജിമ്മല്ല, അതിനകത്ത് 2 സാധനങ്ങളുണ്ട്, ജിമ്മ്, പോക്കിസ്റ്റോപ്സ്. ഇതെന്നാണ് നമുക്ക് പോക്കിമോണിനെ പിടിക്കാനുള്ള ഐറ്റംസും അങ്ങനെയുള്ള ചില ഐറ്റംസ് ഉണ്ട് ഇതിൽ. ആ ഐറ്റംസ് നമുക്ക് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പൊ ഇത് റിയൽ വേൾഡ് ലൊക്കേഷനിലുള്ള സ്ഥലങ്ങളായിരിക്കും ഇതിലുള്ളത് മുഴുവൻ. അപ്പൊ ഈ പോക്കിമോൺ ഗോ തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഡാറ്റ ഒന്നുമില്ല. ഇവരാണെങ്കിൽ ഒറിജിനൽ റിയൽ വേൾഡ് ലൊക്കേഷൻ, അതായത് ഫേക്ക് ലൊക്കേഷൻസ് ഇല്ലാതെ ഒറിജിനൽ ലൊക്കേഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് അത്രയും ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിട്ടുള്ള ഒരു ഗെയിം ആക്കാനാണ് അവരുടെ പ്ലാൻ. അതായത് ഈ പറഞ്ഞ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ പാലക്കാട് നിന്ന് ഇറങ്ങുക, തൃശ്ശൂർക്ക് പോവുക. അപ്പൊ അവിടെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്ലേസസ് മാത്രമായിരിക്കും പോക്കിസ്റ്റോപ്പും ജിമ്മും ഒക്കെ. അതായത് ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റണം റിയൽ വേൾഡിൽ.
അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അത് അമ്പലങ്ങള്, ഹാൾസ്, പാർക്ക്, അവിടെയുള്ള സ്റ്റാച്ചു, അതൊക്കെ ആയിരിക്കും പോക്കസ്റ്റോപ്പ് ജിമ്മ് നോക്കാം. അപ്പോൾ 2018 ഇവിടെ ശരിക്ക് നമ്മുടെ ഈ കിണാശ്ശേരിയിൽ ഒരു ജിമ്മും ഇല്ല, പോക്കസ്റ്റോപ്പിലും ഒന്നുമില്ല. ഏറ്റവും അടുത്തുള്ള ജിം എന്ന് പറയുന്നത് പാലക്കാട് ഫോർട്ട്. അവിടെ ഒരു ജിമ്മും 2 ആലോചിച്ച് പറഞ്ഞില്ല. അപ്പൊ നമുക്കിപ്പോ ഈ വീട്ടിൽ തന്നെ ഒരു ജിം ഉണ്ടല്ലോ. ആ ജിമ്മല്ല. അപ്പൊ നമുക്ക് ഈ ഗെയിമിൽ ചില സാധനങ്ങളൊക്കെ ഈ ജിമ്മിൽ നിന്ന് മാത്രമേ ചില പോക്കിമോണിനൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് നേരത്തെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് പിടിക്കണം. അപ്പൊ എനിക്കിപ്പോ ആ പോക്കിമോണിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ഫോർട്ട് വരെ ഇൻ റിയൽ വേൾഡിൽ പോകണം. മനസ്സിലായി? അപ്പൊ ശരിക്കും ആ ജിമ്മ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെയൊക്കെ കൂടുതലും കാണുന്നതും പരിചയപ്പെട്ടതും ഒക്കെ. പിന്നെ അതിനുശേഷം ഞാൻ തന്നെ കുറെ പോക്കസ്റ്റോപ്പും ജിമ്മും ഒക്കെ, അതായത് നമ്മൾ ഇത്ര ലെവലായി കഴിഞ്ഞാൽ സബ്മിഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ക്ലബ്ബ് തുടങ്ങുന്നു പാലക്കാട്. അതെ. അപ്പൊ ഇതിപ്പോ ഈ കേരളം ഇപ്പം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടോ? ഇപ്പൊ അല്ല, അന്ന് തന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെയാണ് ഇഷ്ടം പോലെ ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട്ടിൽ ആദ്യം ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ആകെ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാള് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, അവൻ കരാട്ടെ ക്ലാസ്സിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവൻ ഓൾറെഡി പോക്കിമോൺ ഫാനാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഈ ഗെയിമും കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പിന്നെ ഫേസ്ബുക്കിൽ കണ്ട ഒരു ഫയദ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അവൻ ഇപ്പോൾ കളിക്കണില്ല. അപ്പം ഞങ്ങൾ 3 പേര് വെച്ചിട്ടാണ് ആക്ച്വലി ഗ്രൂപ്പ് തുടങ്ങുന്നത്. പിന്നെ ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ച് പേരെയും കൂടെ കിട്ടി. പിന്നെ ജിമ്മിൽ പോക്കിമോണൊക്കെ ഇടുമ്പോൾ ഞാൻ പോക്കിമോണിൻ്റെ പേര് മാറ്റിയിട്ട് എൻ്റെ മൊബൈൽ നമ്പർ വയ്ക്കും. ഇപ്പോൾ മൊബൈൽ നമ്പർ 2 ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഫേസ്ബുക്ക് വഴി അങ്ങനെയൊക്കെ കുറെ പേരായിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 80 പേർക്ക് മേലെ ആൾക്കാരുണ്ട്. പാലക്കാട് ഇപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ? ആ, ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ തുടങ്ങുന്ന മുമ്പ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ള ഒരു യശ്വന്ത് എന്ന് പറഞ്ഞൊരു, അവൻ 2016 ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് 2016 പോക്കിമോൺ ഗെയിം ഇൻട്രൊഡ്യൂസ് ആവുന്നത് ഇന്ത്യയിൽ, ലോകം മുഴുവൻ, വേൾഡ് വൈഡ്. പോക്കിമോൺ ഗോ മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. കമ്പ്യൂട്ടറിൽ കളിക്കാം, ബട്ട് അവർ ഒഫീഷ്യലി കമ്പ്യൂട്ടറിലല്ല. ഗെയിം ബോയ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ നിന്റെൻഡോ സ്വിച്ച് എന്ന് പറഞ്ഞ ചില അവരെന്നെ ഇറക്കുന്ന ചില ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസ് വാങ്ങിച്ചിട്ട് അതിൽ കളിക്കാം. അതിന്റെ തന്നെ ചില ഹാക്കഡ് വെർഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലും നമ്മുടെ ഈ പഴയ വീഡിയോ ഗെയിം ഒക്കെ ഉണ്ടല്ലോ അതിലും കളിക്കാൻ പറ്റും, ചില ഹാക്കഡ് വെർഷൻസ്. പക്ഷെ അവര് പ്രോത്സാഹിപ്പിക്കണില്ല ഒറിജിനൽ കമ്പനി. അവർക്ക് അത് വിറ്റാലല്ലേ ലാഭമുള്ളൂ. അപ്പൊ ഇപ്പൊ അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കുമല്ലോ. നഷ്ടമില്ല, അവർ തന്നെയാണ് മൊബൈൽ, അവർ തന്നെയാണ് പോക്കിമോൺ കമ്പനി തന്നെയാണ് ഒഫീഷ്യലി മൊബൈലിൽ കളിക്കാനായിട്ട് പോക്കിമോൺ ഗോ എന്ന് പറഞ്ഞുള്ള ഈ ഗെയിം ഉണ്ടാക്കിയത്. നിങ്ങളിപ്പോ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, കളിക്കുന്നു. അതിലിപ്പോ അവർക്ക് എന്താ കിട്ടാമാണ്? അവർക്ക് എന്താ കിട്ടാന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ചില ഐറ്റംസ് വേണമെങ്കിൽ ഇൻ ഗെയിം ആയിട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ബട്ട് ഗ്രൂപ്പിൽ പലരും ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില പോക്കിമോണിനെ പിടിക്കാനൊക്കെ ആയിട്ട് എക്സ്ട്രാ ഐറ്റംസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ബട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നവരുണ്ട്, ഫ്രീ ടു പേ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭമുണ്ടോ? ഇതിന്ന് ലാഭം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ടിക്കറ്റ് മുടക്കി സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു 2 മണിക്കൂറിന് എന്റർടൈൻമെന്റ്. ഇത് ആക്ച്വലി തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, കാരണം കുറച്ചുകൂടെ ലോങ് ടൈം ആയിട്ടുള്ള സാധനം. ഇത് ഒരു പോക്കിമോൺ നമ്മൾ പിടിച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ കളഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ അടക്കം ഇതില് ചില ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഒരു പോക്കിമോണിനെ പിടിച്ചാൽ അതായത് നമ്മളൊരു പോക്കിമോണിനെ പിടിക്കുകയാണ്, അത് നമുക്ക് നമ്മുടെ ഗെയിമിന്റെ ബേസിക് ജിമ്മ് വെച്ചും അല്ലാതെ വൈൽഡിലും പോക്കിമോണിന് വരും. ഇപ്പൊ നമ്മള് വഴി കൂടെ പോകുമ്പോൾ ഒരു എലിയെ കാണുന്നു, സിമ്പിൾ ആയിട്ട് നമ്മൾ റെയിൽവേയുടെ എക്സാമ്പിൾ പറയുന്നത്, ഒരു എലിയെ അല്ലെങ്കിൽ ഒരു മുയലിനെ കാണുന്നു. ആ മുയലിനെ നമ്മളൊരു ബോൾ എറിഞ്ഞ് അതിനെ നമ്മൾ പിടിക്കുകയാണെന്ന് വിചാരിച്ചോ, അത് നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും ഫസ്റ്റ് ആസ്പെക്ട്. ഫസ്റ്റ് എറിയാനുള്ള ബോള് അവര് നമുക്ക് ആദ്യം ഒരു ബോൾ തരും. പിന്നെ നമ്മൾ ലെവലപ്പ് ആകുമ്പോൾ ഒരു 10 ബോൾ 20 ബോൾ അങ്ങനെ കുറച്ച് ബോൾ കിട്ടും. പിന്നെ ഈ പോക്കി സ്റ്റോപ്പിൽ നിന്നും ജിമ്മിൽ നമുക്ക് ഈ ബോൾസ് കിട്ടും ഫ്രീ ആയിട്ട്. ഓക്കെ, പോക്കി സ്റ്റോപ്പ് നമുക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ കറക്കാം. ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഒരു 3-4 ബോൾ കിട്ടും. ചുമ്മാ ഇങ്ങനെ ഫോണിലാണല്ലോ മുഴുവൻ, ചുമ്മാ അങ്ങനെയല്ല കറക്കുക, ചുമ്മാ ഒന്ന് സ്വൈപ്പ് ചെയ്താണ്. ഇതിങ്ങനെ ഒരു വട്ടത്തിലൊരു സാധനമായിരിക്കും, ചുമ്മാ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, ഇങ്ങനെ കറങ്ങുന്നത് കാണും, അതിന് നമുക്ക് ഐറ്റംസ് കിട്ടും. മനസ്സിലായി? പോക്കിമോണിന് ബോളറിന് നമുക്ക് പിടിക്കും. ചില റെയർ പോക്കിമോൺസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ചില ആർമഡ് മ്യൂട്ടു അങ്ങനെയുള്ള പറഞ്ഞ ചില പോക്കിമോൺസ് ഉണ്ട്. അത് ആകെ ഒരിക്കൽ മാത്രമേ ഗെയിമിൽ റിലീസ് ആയിട്ടുള്ളൂ. ഇന്നേ വരെ പിന്നീട് റീ റിലീസ് വന്നിട്ടില്ല. 2020-21 സമയത്തൊക്കെ വന്നു കയറിയതിന്. അപ്പൊ
ആ പോക്കിമോണിനൊക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഈ സ്പെസിഫിക് എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. ഈ ആർമേഡ് മ്യൂട്ടു എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരു 6-7 പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിന് ഇന്ന് ഈ പോക്കിമോണിന്റെ ഒക്കെ ട്രേഡിംഗ് ഗ്രൂപ്പുകളിൽ $100 വരെ ആൾക്കാർ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാണ്. പിടിച്ചിട്ട് ഞാൻ പറയുന്ന സ്റ്റോറേജ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കളയും. ഞാൻ പറഞ്ഞ അശ്വനാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരു പോസ്റ്റ് ഒരാൾ ഇട്ടിരിക്കുന്നത് കാണിച്ചു തന്നത്. 6 പോക്കിമോൺ എന്ന് പറഞ്ഞാൽ $600. 10,000 രൂപയായി. അന്ന് അതിന്റെ സാമ്പത്തിക പ്രാധാന്യം അറിയില്ല. അന്ന് ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. കൂടുതൽ ആൾക്കാർ വരുമ്പോഴല്ല അത് ഇപ്പൊ 2021 അത് അവസാനമായിട്ട് വന്നത്. ഇനി വരുമോന്ന് ഉറപ്പില്ല. ഇപ്പൊ 2021 ശേഷം കളിക്കാൻ തുടങ്ങിയ ആൾ, അല്ലെങ്കിൽ ആ ഒരു 2 ആഴ്ച ഈ സാധനം ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ആഴ്ചയിൽ കളിക്കാത്ത ഒരാൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല. പോക്കിമോൺ ട്രേഡ് ചെയ്യാം. ഇപ്പൊ എന്റെ ഉള്ളൊരു പോക്കിമോൺ പപ്പയ്ക്ക് വേണമെങ്കിൽ എനിക്ക് തരാൻ പറ്റും. പപ്പയ്ക്ക് എല്ലാം ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കല് വാങ്ങല് വഴി മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഉള്ള ഇത്രയും റയറസ്റ്റ് ആയിട്ടൊരു പോക്കിമോൺ ഞാൻ വെറുതെ കൊടുക്കില്ലല്ലോ. അപ്പൊ തിരിച്ച് ഞാൻ സാധാരണ ആൾക്കാരൊക്കെ, അതായത് നോർമലി വേറൊരു റയർ പോക്കിമോണിനെ വാങ്ങിച്ചിട്ടായിരിക്കും ഇത് കൊടുക്കുക. ചില ഇത്രയും റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് പോക്കിമോണിനൊക്കെ പലരും പൈസ കൊടുത്തും വാങ്ങുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ ആത്മഹത്യ ചെയ്യില്ലെങ്കിലും കയ്യിലിരിക്കുന്ന കാശ് പോകാൻ നല്ലൊരു മാർഗമാണ്. കാശ് കിട്ടാനും നല്ല മാർഗമാണ്. ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ ഇതൊക്കെ ബ്ലാക്ക് മാർക്കറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്ന മുഴുവൻ. ഇതൊന്നും കമ്പനി അറിയാൻ പാടില്ല. കമ്പനി അറിയും, ബട്ട് അവര് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കണ്ണടയ്ക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവര് വഴിയുള്ള ട്രേഡ് അല്ലല്ലോ. നമ്മൾ പൈസ വാങ്ങിക്കണം കൊടുക്കണമെന്ന് അവർക്ക് അറിയണില്ല. അവർക്ക് അതില് ഒരു ഇതും ഇല്ല നമ്മൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ. ബട്ട് അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റും ഉണ്ട്. അതേപോലെ ശരിക്കും കമ്പനിയുടെ ടേംസിനെതിരാണ്. എന്നാലും പറയാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതെന്ന് പറയാണ്. പോക്കിമോൺ അക്കൗണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യും ഇതുപോലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതുപോലെ റെയർ പോക്കിമോൺ ഉള്ള ഒരു അക്കൗണ്ട് വേറൊരാൾക്ക് ഇത്ര രൂപയ്ക്ക് കൊടുക്കാം. അത് ആക്ച്വലി 10,000 രൂപയുടെ അക്കൗണ്ട് ട്രേഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വലിയൊരു മാർക്കറ്റാണ് അതിലുള്ളത്. അത് പക്കാ ബ്ലാക്ക് മാർക്കറ്റാണ്. കാരണം കമ്പനിയുടെ ടേംസ് ഓഫ് സർവീസിലുള്ളതാണ് അക്കൗണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഒരാളുടെ അക്കൗണ്ട് വേറെ കൊടുക്കാൻ പറ്റില്ല. അതൊന്നും ആരും മോണിറ്റർ ചെയ്യാറില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാന് കൊടുക്കുകയും ചെയ്യും. 2019 മ്യൂട്ടു എന്ന് പറഞ്ഞിട്ട് വേൾഡിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു പോക്കിമോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചാലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് റിമോട്ട് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിപ്പോ ഇവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് US ഈ ഫൈറ്റ് ചെയ്യാൻ പറ്റും റിമോട്ടായിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ആ റിമോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫൈറ്റ് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് ആരുടെങ്കിലും കയ്യിരിക്കുന്ന സാധനമല്ല. ഈ ജിമ്മില് വരും ഈ പോക്കിമോൺ. അതാണ് ജിമ്മില് അതിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വരും. അതെ, ആ ജിമ്മ് ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു 2019 കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. 2019 നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും അടുത്തുള്ള ജിമ്മ് പാലക്കാട് ഫോർട്ട്. അപ്പൊ അതന്നെ ഒരാളൊന്നും പോരാ, അത് അത്രയും സ്ട്രോങ്ങസ്റ്റ് പോക്കിയാണ്. ഒരു 6-7 പേരെങ്കിലും മിനിമം സ്ട്രോങ് പ്ലേയേഴ്സ് ആണെങ്കിൽ. സ്ട്രോങ് അല്ലാത്തവരാണെങ്കിൽ ഞങ്ങള് 12 പേര് വെച്ച് അടിച്ചിട്ട് തോറ്റിട്ടുണ്ട്. ഞങ്ങള് അതിന് തോപ്പിക്കാൻ പറ്റിയില്ല. സ്ട്രോങ് അല്ലാത്തവരാണെങ്കിൽ 13-14 പേരൊക്കെ വേണം. അത്രയും സ്ട്രോങ് ആയിട്ട് പോക്കിമോണായിരുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള റൂറൽ ആൾക്കാർക്ക്, അതായത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പോക്കിമോണിനെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേൾഡിൽ നമ്പർ 1 പ്ലെയർ ബ്രാൻഡൻ ആൻ, പുള്ളി ഒരു ബിസിനസ് പോലെ ഈ പരിപാടി അങ്ങ് ഏറ്റെടുക്കാൻ വിചാരിച്ചു. പുള്ളി ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടു, നിങ്ങൾ എനിക്ക് $100 അയച്ചു തരികയാണെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ടും തരികയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ടുവിനെ പിടിച്ചു തരാം. പിറ്റേ ദിവസം ആളുടെ അക്കൗണ്ട് ബാനായി 30 ദിവസത്തേക്ക്. പിടിച്ച കാരണം പുള്ളി വേൾഡ് നമ്പർ 1 പ്ലെയർ ആയതുകൊണ്ടാണ് അത് പിടിച്ചത്. അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടാണെങ്കിൽ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ അവര് കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. പക്ഷെ അത് കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൽ ചീറ്റ് ചെയ്യാനുള്ള ചില വഴികളൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ ഈ മെസ്സേജ് ഇടുന്നത് ഈ പോക്കിമോന്റെ പ്ലാറ്റ്ഫോം വഴിയാണോ അതോ? പോക്കിമോൺ വഴി മെസ്സേജ് ഇടാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഞാൻ പറഞ്ഞു പുള്ളി ട്വിറ്ററിലാണ് മെസ്സേജ് ഇട്ടത്. ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ. കുറെ പേര് അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു ആൾക്കാർ. പക്ഷെ ഇട്ടതിന്റെ പിറ്റേ ദിവസം അയാളുടെ അക്കൗണ്ട് തന്നെ. ടേംസ് ഓഫ് സർവീസിനെതിരാണ് അക്കൗണ്ട് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി വേൾഡ് നമ്പർ 1 പ്ലെയർ ആണ്. അപ്പൊ ഈ ചീറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഫോർട്ടിൽ പോകണം ഞാൻ ഈ മ്യൂട്ടുവിനെ പിടിക്കണമെങ്കിൽ. ബട്ട് അതിന് വേറൊരു വഴിയുണ്ട്. നമ്മുടെ ഫോണിന്റെ GPS ലൊക്കേഷൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിയാൽ, സ്പൂഫ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അതിനുള്ള ചില ആപ്പുകളുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഫോർട്ടിലാണെന്നുള്ള പ്രതീതി ആപ്പിലുണ്ടാക്കും. അതിനെയാണ് ചീറ്റിംഗ് എന്ന് വിളിക്കുക, സ്പൂഫിങ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാനും ബാൻ ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ സ്പൂഫിങ് ചെയ്യാറില്ല.
പക്ഷെ ചെയ്യണവരുണ്ട്, അങ്ങനെ ചെയ്ത് കളിക്കണവരും ഉണ്ട്. ശരിക്ക് ഗെയിം കമ്പനിയുടെ ബേസിക് ആസ്പെക്ട് പ്രകാരം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലൈസ് ആവുക, കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും മെയിൻ ആസ്പെക്ട്. ഗെയിം പിടിക്കണൊക്കെ പലപ്പോഴും അല്ല, നമ്മൾ ശരിക്കും അവിടെ പോയി കളിക്കുമ്പോൾ ഗെയിമൊക്കെ പലപ്പോഴും സെക്കൻഡറി ആയിട്ട് നമ്മള് പാചകടിയും സംസാരവും നടത്തലും മെയിൻ ബാക്കി നടത്തുമായിരിക്കും. അതാണല്ലോ പറഞ്ഞ ലാസ്റ്റ് കല്യാണം വരെ എത്തും. മേ ബി ഇപ്പൊ നിങ്ങൾക്ക് പാലക്കാട് 80 പേര്, 80 പേരിലൊരു 30 പേരൊക്കെയാണ് ആക്റ്റീവായി കളിക്കുന്നത്. അതായത് 2018 എല്ലാരും വേറെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇതിനു വേണ്ടി ഇരിക്കല്ലോ. എല്ലാ ജോലിയായിരിക്കണോ, ജോലിയുടെ ഇടയിൽ കൂടെ കളിക്കുന്നവരുണ്ട്. അതായത് 2018 മുതൽ ആഡ് ചെയ്ത എല്ലാവരും അങ്ങനെയാണല്ലോ. നീ ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്നില്ല, ഇടയിൽ കൂടെ കളിക്കുന്നു. അതുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും വീട്ടിൽ കാണാറില്ല. അങ്ങനെയല്ല, അതല്ല 2018 ഗ്രൂപ്പ് തുടങ്ങിയത്. ഇപ്പൊ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിൽ കുറെ പേര് നിർത്തിയവരുണ്ട്, ചിലരൊക്കെ അക്കൗണ്ട് ബാനായി പോയവരുണ്ട്. അപ്പൊ അവരൊക്കെ കളി നിർത്തിയല്ലോ തിയററ്റിക്കലി. ഒരു 30-40 പേരാണ് ഇപ്പൊ റെഗുലർ ആയിട്ട് കളി. ഒരു പകുതി പേര് കളിക്കുന്നവരുണ്ട്, ബാക്കിയുള്ളവർ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഗ്രൂപ്പിൽ ആരുണ്ട് അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ അക്കൗണ്ട് ബാൻ വരികയാണെങ്കിൽ ചിലപ്പോ ഇപ്പം ഒരു 5-6 പേര് ഞങ്ങളൊക്കെ കളി തുടങ്ങിയപ്പോ ഗ്രൂപ്പ് ആക്റ്റീവ് ആയല്ലോ. അതായത് മെയിൻ ആയിട്ട് ഞാൻ കളി നിർത്തിയ മിക്കവാറും ഗ്രൂപ്പ് നിൽക്കും. അഡ്മിൻ ഞാൻ കൂടുതൽ കളിക്കണം, അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാനൊരു ഇടയില് ഒരു കൊല്ലത്തിന് മേലെ ഞാൻ കളി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ വീണ്ടും കളിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രൂപ്പിലും ബാക്കി എല്ലാവരും കുറെ കളിക്കാൻ തുടങ്ങിയപ്പോ ഗ്രൂപ്പ് നല്ല ആക്റ്റീവായി. അപ്പൊ പണ്ട് നിർത്തിയവര് പലരും തിരിച്ചു വന്നു. അതുപോലെ പണ്ട് അക്കൗണ്ട് ബാനായ പലരും പുതിയ അക്കൗണ്ട് തുടങ്ങി. ഏകദേശം 30-40 പേര് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ വല്ല എന്തെങ്കിലും കൂട്ടായ്മ? ഓൾ കേരള ലെവലിന് മുമ്പ് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എറണാകുളത്താണ് ഞാൻ ഡിഗ്രി പഠിച്ചതൊക്കെ. അപ്പൊ എറണാകുളം ഗ്രൂപ്പിലൊക്കെ എനിക്ക് പിടിപാടുണ്ട്. 2018. അപ്പൊ എറണാകുളം, പിന്നെ ഞാൻ എപ്പോഴും ഒരു എക്സാം എഴുതുന്ന തിരുവനന്തപുരം പോയപ്പോ തിരുവനന്തപുരം ഗ്രൂപ്പിനെയും പരിചയപ്പെട്ടു. പിന്നെ എനിക്ക് കൊല്ലം പോയപ്പോ അവിടെ ഒരു ഗ്രൂപ്പിനെയും പരിചയപ്പെട്ടു. അപ്പൊ കൊല്ലം, തിരുവനന്തപുരം, നോർത്ത് ഇന്ത്യയിൽ എക്സാം എഴുതാൻ പോയിട്ടുണ്ടല്ലോ, അവിടെ ഒന്നും പരിചയപ്പെട്ടില്ല? നോർത്ത് ഇന്ത്യയില് പണ്ട് ഞാൻ പോയപ്പോ പരിചയപ്പെട്ടില്ല. ഈ കഴിഞ്ഞ 2021 പോയപ്പോ വാരണാസിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വാരണാസിയിൽ നിൽക്കുന്ന ദിവസം ഒരു ഇവന്റ് ടൂർ പോയപ്പോ, നോർത്ത് ഇന്ത്യൻ ടൂർ പോയപ്പോ അന്ന് വാരണാസിയിൽ ഞാൻ നിൽക്കുന്ന ദിവസം ഇതിന്റെ ഒരു ഇവന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റെയ്ഡ് മ്യൂട്ടൂവിനെ അടിച്ച പോലെ. മ്യൂട്ടൂ ഞാൻ പറഞ്ഞില്ല 5-6 പേര് വേണം അതിനെ തോൽപ്പിക്കണമെങ്കിൽ. അന്ന് ഇതുപോലെ നെക്രോസോമ എന്ന് പറഞ്ഞ വേറൊരു പോക്കിമോന്റെ ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി കണ്ടു. മെസ്സേജ് അയച്ചു. എന്തായാലും ഇവരെ പരിചയപ്പെടാനുള്ള ഒരു അവസരവും കൂടെയാണ്. ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചു, ഇന്ന സ്ഥലത്താണ് നമ്മൾ മീറ്റപ്പ് നടത്തുക എന്നവർ പറഞ്ഞു. ഞാൻ ആ പാർക്കിൽ പോയി. അന്ന് 3 മണി തൊട്ട് 5 മണി വരെ ഫുൾ വാചകടിയും സംസാരിക്കും. എന്ത് ഭാഷയിലായിരുന്നു അവിടെ വാചകടി? കാരണം ഉത്തർപ്രദേശിലെ അവിടെയുള്ള ഭാഷ ഹിന്ദിയുടെ തന്നെ ഒരു ഡയലക്റ്റ് ആണ്. പക്കാ ഹിന്ദി തന്നെ അവർക്ക് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അതിന്റെ അഡ്മിൻ ആയിട്ടുള്ള ആൾക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു തമിഴ്നാട്ടുകാരൻ ലോകത്തെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ ഒരു തമിഴിനെയും കിട്ടി എനിക്ക്. ഒരു 3 മണിയായപ്പോ തമിഴ്നാട്ടിലൊരു ആള് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് തമിഴ് അത്യാവശ്യം അറിയാലോ. അപ്പൊ ഞങ്ങള് അവനും ഞാനും നല്ല തമിഴ്നാടത്തെ ഭാഷ അറിയാമോ? അറിയാം. അവൻ അവിടെ ജനിച്ചു വളർന്നതാണ്. അവന്റെ അമ്മയുടെ വീട് തമിഴ്നാടാണ്. അപ്പൊ ഞാൻ തമിഴിൽ പറയും. പിന്നെ ഞാനോട് തമിഴ് പറയും, അവൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ. ഇപ്പോഴും ഞാൻ അവരുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് മീൻസ് ഗ്രൂപ്പിലുണ്ട്. ചീറ്റ് ചെയ്യണം. ഞാൻ ചീറ്റ് ചെയ്യാറില്ല. റിമോട്ട് റൈഡ് എന്ന് പറഞ്ഞത്, അതായത് ഈ പോക്കിമോൺ ഈ ജിമ്മിൽ ഫൈറ്റ് ചെയ്യാൻ മാത്രം റിമോട്ടായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഐ മീൻ റിയൽ പൈസ അല്ല, ഇതിനകത്ത് തന്നെ ഒരു കറൻസി ഉണ്ട്. പോക്കിമോണിന്റെ ഒരു കറൻസി ഉണ്ട്. അത് നമുക്കൊരു ദിവസം 50 കോയിനാണ് മാക്സിമം കിട്ടുക. അപ്പോൾ റിമോട്ടായിട്ട് കളിക്കുമ്പോൾ കൂടുതൽ കോയിൻ ചിലവാകും. ഓക്കെ, നമുക്ക് കോയിൻ റിയൽ പൈസ കൊടുത്തും വാങ്ങിക്കാം. പലരും അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഈ ഒരു ദിവസം കിട്ടുന്ന 50 കോയിൻ അന്ന് തന്നെ ചെലവാക്കണമെന്നുണ്ടോ? ഇല്ല, അപ്പൊ അത് ഒരു മാസത്തേക്ക് എടുത്തു വെച്ചാൽ 1500 കോയിൻ. 1500 കോയിൻ. അപ്പം കാശ് ചെലവുള്ളതിനൊക്കെ ഇറങ്ങാമല്ലോ. ഇല്ല, പക്ഷെ അതേ പോക്കിമോൺ നമുക്ക് അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നേരിട്ട് പോയി പിടിക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ പഴയ പോലെ അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഇവിടെ ഈ അടുത്തൊക്കെ അമ്പലങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ 2 ജിമ്മും 2 പോക്കി സ്റ്റോപ്പും ഉണ്ട്. അമ്പലവും പോക്കിമോണും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോ, റിയൽ വേൾഡിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് പോക്കി സ്റ്റോപ്പും ജിമ്മും ആക്കാനും ആവുകയും ചെയ്യുക. നമ്മളിവിടെ അമ്പലം ഉള്ളത്, അമ്പലം സബ്മിഷൻ കൊടുക്കാൻ പറ്റും എനിക്ക്. ഇപ്പൊ നമ്മുടെ ശിവക്ഷേത്രം ഒരു പോക്കിമോൺ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ജിമ്മ് 2 ജിമ്മ്, അമ്പലം, അവിടുത്തെ ഷ്രൈന്, നമ്മുടെ ഇവിടുത്തെ ഈ കുടുംബക്ഷേത്രം. ഈ ക്ഷേത്രം നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കിട്ടും.
മറ്റേന്ന് പറഞ്ഞാൽ 120 മീറ്റർ ഈ ക്ഷേത്രം ഗൂഗിൾ ലൊക്കേഷനിലുണ്ടോ? അപ്പോൾ ആഡ് ചെയ്യാറ് ആഡ് ചെയ്തു. ക്ഷേത്രം, ക്ഷേത്രത്തിന്റെ ഷ്രൈന്, നടപ്പാത, അങ്ങനെ 2 പോക്കി ഷോപ്പും 2 ജിമ്മുണ്ട് ഈ വീട്ടിൽ. ഇപ്പൊ ഈ വീട്ടിന്റെ ഇവിടെയുള്ള റിയൽ ജിമ്മ് കൂടാതെ ജിമ്മ് കൂടാതെ 2 ജിമ്മ് ഇവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് നെന്മാറ പല്ലാവൂർ ഭാഗത്തെ 2-3 പിള്ളേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗ്രൂപ്പിൽ പുതുതായിട്ട് വന്നു. അപ്പൊ അവര് മീറ്റിങ്ങിന് വന്നപ്പോ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മീറ്റപ്പിന് വന്നപ്പോ അവർ പറയുന്നുണ്ടായിരുന്നു, പണ്ടെന്ന് പറഞ്ഞാൽ 2018 എവിടെയും പോക്കി സ്റ്റോപ്പും ഇല്ല, ജിമ്മും ഇല്ല, ഒന്നുമില്ല. 2019-20 ആയപ്പോഴേക്കും അവരിങ്ങനെ പാലക്കാടേക്കൊക്കെ വരുമ്പോ കിണാശ്ശേരി ഭാഗത്തുനിന്ന് തുടങ്ങും ജിമ്മും പോക്കി സ്റ്റോപ്പും ഒക്കെ. ഞാൻ പറഞ്ഞു, ആ കിണാശ്ശേരി 2 ജിമ്മ് എടുത്തുള്ളത് എന്റെ വീടാണ്. ഇവിടെ പോക്കിമോന്റെ അവര് പാലക്കാടൻ സ്റ്റാർ ആയിരിക്കുകയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കേരളത്തിലെ എല്ലാ ജില്ലയിലും എന്റെ പേര് അറിയും ഈ പോക്കിമോൺ ഗ്രൂപ്പുകളിൽ. അതായത് പോക്കിമോണിന് PvP എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് 2 പ്ലെയേഴ്സ് തമ്മിൽ അവരവരുടെ പോക്കിമോണിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരാട്ടെ ടൂർണമെന്റ് ഒക്കെ ഇല്ലേ, ആള് നേരിട്ട് കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ. അതെ, ഇത് റിമോട്ട് ആയിട്ടും ഫൈറ്റ് ചെയ്യാം. അല്ല, ഇതിലിപ്പോ നിങ്ങളുടെ മോൺസ്റ്റേഴ്സ് മോൺസ്റ്റേഴ്സാണ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല, മോൺസ്റ്റേഴ്സാണ് ഫൈറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ PvP ടൂർണമെന്റിൽ ജയിച്ചത് ഞാനാണ്, ഫസ്റ്റ് ഓൾ കേരള. പിന്നെ PvP എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത് എനിക്ക് അതിനെക്കാട്ടിലും ഈ ജിമ്മ് റൈഡ് അതൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗെയിം പോലെയല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം. ഒരാൾ കളിക്കണ പോലെ ആയിരിക്കില്ല വേറൊരാൾ കളിക്കാം. അതായത് എന്റെ ഇഷ്ടങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടങ്ങൾ. മനസ്സിലായോ? അപ്പൊ പിന്നെ ഞാൻ കുറെ ടൂർണമെന്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓൾ കേരള ലെവലിൽ കൊറോണ ടൈമിൽ വരെ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പപ്പയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കാരണം പപ്പ ആ കോടതിയിലെ ടെൻഷനും ഇതൊക്കെ ആയിട്ട് നടക്കാൻ പോക്കിമോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കുന്നത് കാണാറുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഗെയിമാണെന്ന് ഇപ്പൊ മനസ്സിലായത്. അപ്പൊ ടൂർണമെന്റ് ഒക്കെ ഞാൻ കുറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഓൾ കേരള ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് വേവ് കൊറോണ വേണ്ടി ഞാൻ പിന്നെ കുറെ നാൾ കളിയൊക്കെ നിർത്തി. പണികളും ഇതൊക്കെ ആയിട്ട് സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് ഗെയിം കളിയൊക്കെ ടൈമില്ല, അപ്പൊ അത് നിർത്തി. നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഒരു 10,000 പേരുടെ ഒരു ഗ്രൂപ്പായി മാറുമോ കേരളത്തില്? അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ലോകത്തൊക്കെ 10,000 അല്ല അതിലും കൂടുതൽ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലോകം വളരെ വലുതാണ്. ഞാൻ കേരളത്തിലെ കാര്യം ചോദിച്ചോളൂ. ഇപ്പൊ ഞാൻ ഒരു പുതിയ പരിപാടി ഉണ്ട്, കമ്മ്യൂണിറ്റി അംബാസഡർ പ്രോഗ്രാം. അതായത് നമ്മുടെ ഓരോ ഗ്രൂപ്പുകളുടെയും, അതായത് ഒരു 10 പേര് കൂടുതലുള്ള ഗ്രൂപ്പുകളെ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന്ന് ഒരാളെ കമ്മ്യൂണിറ്റി ലീഡറായിട്ട് അസൈൻ ചെയ്യും. ഇപ്പോൾ പാലക്കാടിൽ 10 പേരിൽ കൂടുതലുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ കമ്മ്യൂണിറ്റി ലീഡറായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ കമ്മ്യൂണിറ്റി അംബാസഡർ എന്നാണ് അതിനെ അറിയപ്പെടുക. ആ കമ്മ്യൂണിറ്റി അംബാസഡർ പ്രോഗ്രാം വഴി നമുക്ക് പല ഐറ്റംസും വീട്ടിലൊരു അംബാസഡർ ഉണ്ടല്ലോ, അംബാസഡർ കാർ വാങ്ങാനുണ്ടായിരുന്നു ആഗ്രഹം, അത് നടന്നില്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി അത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല ചെറിയ ഐറ്റംസ് ആണ്, ലൈക്ക് സ്റ്റിക്കേഴ്സ്, പിന്നെ ചില ഇൻ ഗെയിം പ്രൊമോ കോഡ്സ് ഉണ്ട്. പ്രൊമോ കോഡ്സ് അടിച്ചാൽ നമുക്ക് ഈ പോക്കി കോയിൻ കൊടുത്ത് വാങ്ങിക്കേണ്ട ചില സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ, പിന്നെ സ്റ്റിക്കറുകൾ, കാർഡുകൾ, പോസ്റ്റ് കാർഡ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമുക്കൊരു പ്രൊമോഷന് വേണ്ടി അവർ തന്നിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ മീറ്റപ്പിനൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കും. കമ്മീഷൻ ഫ്രീ സർവീസ്. നമുക്ക് ചില ഇൻ ഗെയിം ഐറ്റംസ് കിട്ടും, വേറെ അല്ലാതെ ഇതൊന്നുമില്ല. പിന്നെ ചില ഗ്ലോബൽ മീറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ ഇൻ ഗെയിം ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ അടുത്ത മെയ്യിലടക്കം ടോക്കിയോ, പിന്നെ അത് കഴിഞ്ഞ് ഷിക്കാഗോ, യൂറോപ്പിൽ, അങ്ങനെ 3 സ്ഥലത്ത് ഗോഫെസ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലോബൽ മീറ്റപ്പ് നടക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ലീഡറൊക്കെ അവര് ടിക്കറ്റ് ഒക്കെ സ്പോൺസർ ചെയ്ത് നറുക്കെടുത്തിട്ട് ഭാവിയിൽ കൊണ്ടുവരാൻ ചാൻസും ഉണ്ട്. നറുക്കെടുപ്പിലൂടെ എന്തെങ്കിലും ഫീസ് വല്ലതും ഉണ്ടാവും? ലോട്ടറി എടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട് നറുക്കെടുത്തിട്ട് അവര് ഫുൾ ടിക്കറ്റ്, താമസം എല്ലാം, അത് ലീഡേഴ്സിന് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ. ലീഡേഴ്സിന് ഈ ഇൻ ഗെയിം ടിക്കറ്റ് എടുക്കണ്ട അവിടെ പോകുകയാണെങ്കിൽ. അങ്ങനെയുള്ള ചില ഗുണങ്ങൾ കിട്ടും. ഒരു വോളണ്ടറി സർവീസ് പോലെ, സാലറി ഒന്നുമില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇതിന്റെ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ ഷിക്കാഗോയിലൊക്കെ ഒരു സിറ്റിയിൽ തന്നെ 30,000 പേര്, 40,000 പേര്, അതുപോലെ സാവപ്പോൾ, അവിടെയൊക്കെയാണ് ഈ ടോപ്പ് കമ്മ്യൂണിറ്റീസ്. ന്യൂയോർക്ക്, അവിടെയൊക്കെ ഇതാണ്. ഇത്രയും പറഞ്ഞ അവസ്ഥയ്ക്ക് കേട്ടെ, അവിടെ നമ്മുടെ ഒരു ആരാധനാപാത്രം ഉണ്ടല്ലോ അർണോൾഡ്, അദ്ദേഹം എങ്ങാനും ഈ ഗ്രൂപ്പിലുണ്ടോ നിങ്ങളുടെ? സത്യം പറഞ്ഞാൽ പുള്ളി പോക്കിമോൺ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മേ ബി ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് ഗെയിംസിലൊക്കെ ആക്റ്റീവ് ആണ്. പല സെലിബ്രിറ്റീസും കളിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ പോലെ. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ അറിയുന്ന ആൾ തന്നെ. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കളിക്കുക. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ലോകത്തിന്റെ ഒരു മൂലയുള്ള, കേരളത്തിന്റെ ഒരു മൂലയുള്ള, പാലക്കാടിലുള്ള എന്റെ ഗ്രൂപ്പിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഒരാള് ഞാൻ പറഞ്ഞു US ഉണ്ടായിരുന്ന മനോജ് റോക്കി, അമേരിക്കയിൽ ഒരു MBA കഴിഞ്ഞ് സോഫ്റ്റ്വെയർ കമ്പനി ആയിരുന്നു.
അവിടെ ശരിക്കും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ കോ ഫൗണ്ടർ ആയിരുന്നു പുള്ളി. ഇപ്പോൾ അവിടെ ഒരാൾ. പിന്നെ ഇപ്പം ഞങ്ങൾ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ടെക് വിപ്രോയിലൊക്കെ വർക്ക് ചെയ്യണം, ടെക് IT മേഖല. മുമ്പ് ഞങ്ങളുടെ മുമ്പ് കളിച്ചിട്ട് ഗൗതമേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി അഡ്വക്കേറ്റ് ആണ്. ഇപ്പോൾ ഏതൊരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യണം എറണാകുളത്താണ്. എറണാകുളത്തേക്ക് പോയപ്പോൾ കളി തൽക്കാലം നിർത്തി. പിന്നെ ഫോർറേറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എറണാകുളത്താണ് പുള്ളിയുടെ വീട്, പക്ഷെ പാലക്കാടൊക്കെ വന്നിരുന്നു. പുള്ളി ഡോക്ടർ സിബിനും ഞാനും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവൻ ഗെയിം കളിക്കാൻ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് അവൻ പഠിച്ചത്. ഇപ്പൊ ഡോക്ടർ. ആശുപത്രി കിടക്കുമ്പോൾ ഡോക്ടർ ഇതും കളിച്ചോണ്ടിരിക്കില്ല. അവൻ അധികം കളിക്കാറില്ല അങ്ങനെ. ഈ വല്ലപ്പോഴും മീറ്റപ്പിന് വരുമ്പോൾ മാത്രമേ അവൻ കളിയുള്ളൂ, മറ്റേ ഡെയിലി ഇതിൽ കളിയില്ല, കുറവാണ്. മൂവാറ്റുപുഴയില് അതായത് ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പുകളിൽ കണ്ടതായിരുന്നു. പിന്നെ ഒരു ന്യൂസും ആയിട്ടുണ്ടായിരുന്നു, പോക്കിമോൻ കളിക്കുന്ന ഒരാളുണ്ടായിരുന്നു മൂവാറ്റുപുഴ ഗ്രൂപ്പിൽ. ഞാൻ നേരിട്ട് അധികം പരിചയപ്പെട്ടിട്ടില്ല, കാരണം മൂവാറ്റുപുഴ ഗ്രൂപ്പിൽ ഞാൻ കയറിയിട്ടില്ല. ബട്ട് അറിയാം, പുള്ളി അറിയുന്ന ഒരാളെ എനിക്കറിയായിരുന്നു. പുള്ളി ഒരു SI ആയിരുന്നു അവിടെ. മൂവാറ്റുപുഴ SI പോക്കിമോൻ കളിച്ചിരുന്നുണ്ട്. ഭാവിയിൽ ഇത് ഗവൺമെന്റ് എങ്ങാനും നിരോധിച്ചെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേ SI തന്നെ കളിക്കുന്നവരെ പിടിക്കാനും നടക്കില്ല. അല്ല, ഇത് നിരോധിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇതൊരു അതിപ്പോ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ നോർത്ത് കൊറിയ അവിടെ ഇപ്പൊ എന്തൊക്കെ എപ്പം നിരോധിക്കും എപ്പം നടപ്പിലാക്കുന്നുള്ളത് ഒരാളുടെ തലയിൽ പെട്ടെന്ന് തോന്നുന്നു. അതൊക്കെ ബട്ട് ശരിക്കും അമേരിക്കൻ കമ്പനിയാണ്. ഒറിജിനൽ പോക്കിമോൺ എന്ന് പറയുന്നത് നിന്റൻഡോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിനെ അമേരിക്കയിലെ നിയാന്റിക് എന്ന് പറഞ്ഞ കമ്പനി വിഴുങ്ങി. നിയാന്റിക്കിന്റെ അണ്ടറിലാണ് പോക്കിമോൺ അവർ ഡെവലപ്പ് ചെയ്തതും എല്ലാം നിയാന്റിക്കിന്റെ അണ്ടറിലാണ്. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലുള്ള സൗദി ബേസ്ഡ് ദുബായ് ബേസ്ഡ് സ്കോപ്ലി എന്ന് പറഞ്ഞ കമ്പനി ഇതിനെ ഏറ്റെടുക്കല്ല. അവര് ഇപ്പൊ പാർട്ണർഷിപ്പിൽ. യുദ്ധം നിങ്ങളുടെ കമ്പനിയെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ദുബായില് യുദ്ധം ഒരു ഇറാൻ ചുമ്മാ എടുത്ത് ഒറ്റ ദിവസമല്ല, ഒന്ന് അധികം ഇതായില്ല. യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലാണെങ്കിലും അങ്ങാടി തോറ്റ അമ്മയുടെ അടുത്ത് പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ അടുത്ത് തോറ്റാ കൊണ്ട് ആയുധം പിടിയിടുക എന്നുള്ളതാണ്. അതായത് ഇതിന്റെ എംപ്ലോയീസും ഗെയിം ഡെവലപ്പേഴ്സും മുഴുവൻ ഇപ്പോഴും നിയാന്റിക്കിന്റെ തന്നെയാണ്. സ്റ്റാഫ് മുഴുവൻ നിയാന്റിക് തന്നെയാണ്. പൈസ കൊടുത്ത് സ്കോപ്പിളി വാങ്ങിച്ചു എന്ന് മാത്രം. ദുബായ് ബേസ്ഡുള്ള സ്കോപ്പിളി അത് വാങ്ങിച്ചു എന്ന് മാത്രം. ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഇവരുടെ നമ്മുടെ റിയൽ വേൾഡ് ലൊക്കേഷൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യണം മുഴുവൻ. അപ്പൊ നമ്മൾ അതിന്റെ ഫോട്ടോസും AI മാപ്പിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതവര് പല AI ടൂൾസും ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവരുടെ അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് മുഴുവൻ അവരുടെ സാധനമാണ്. നമ്മുടെ ഈ പാലക്കാട് പോലുള്ള ചെറിയ സിറ്റീസ് അല്ല, വലിയ സിറ്റീസ് ലൈക്ക് ന്യൂയോർക്ക്, ദുബായ് അങ്ങനെയുള്ള വലിയ സിറ്റീസിൽ ഇഷ്ടംപോലെ പോക്കി സ്റ്റോപ്പും ജിമ്മും ഒക്കെയാണ്. ഇതിന്റെ മുഴുവൻ ഫോട്ടോസും അതിന്റെ AR ഫോട്ടോസ് പല പല ആംഗിളുള്ള ഫോട്ടോസ് ഇവരുടെ കയ്യിലുണ്ട്. അവർ അത് വെച്ചിട്ട് പല ഓട്ടോമാറ്റിക് ഡെലിവറി ബോട്ട്സിനെയും ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഗൂഗിളിന്റെ ഒക്കെ മാപ്പിംഗ് പല കാറുകളൊക്കെ പോണത് കണ്ടിട്ടില്ലേ? ഗൂഗിളിന്റെ 360 ഡിഗ്രി വ്യൂ മാപ്പിന് വേണ്ടി ഒരു കാറില് ക്യാമറ കെട്ടി വെച്ചോണ്ട് പോകുമല്ലോ. ശരിക്കും ഇപ്പോഴാണ് അതിന്റെ ഡാറ്റ മുഴുവൻ പുറത്തു വരുന്നത്. ഉള്ളതിനേക്കാൾ വളരെയധികം ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട് ഫ്രീ ആയിട്ട്. മേ ബി ഇത് കഴിഞ്ഞ ആഴ്ച വന്നൊരു വിവരമാണ് ഇവരെന്നെ പുറത്തു. റൂട്ട് മാപ്പിന്റെ കാര്യത്തിൽ വേറെ അവർക്ക് ഭീഷണിയാവാൻ പറ്റില്ല. ഇൻഫർമേഷൻ എന്നുള്ള ഒരു കാര്യത്തിൽ ഗൂഗിൾ ഇന്നും പമ്പനാണ്. അതെ, സ്ട്രീറ്റ് വ്യൂ അതിലൊക്കെ ഈ ചെറിയ സിറ്റീസ് അല്ല, വലിയ സിറ്റികളിലൊക്കെ അവരുടെനേക്കാൾ അത്രയും കൂടുതൽ ആക്യുറേറ്റ് ആണ് പോക്കിമോൺ കയ്യിലുള്ള ഡാറ്റ. അത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ പ്ലെയർ ബേസ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലാണ്. 2016 പല സംഭവങ്ങളുണ്ട്. അതായത് ഇതിൽ ചില റെയർ പോക്കിമോൺസ് ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പോൺ ആവും. അതായത് ആ സ്ഥലത്ത് വരും. ന്യൂയോർക്കിലൊക്കെ പലപ്പോഴും അവിടെ റോഡ് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. 10,000 കണക്കിന് ആൾക്കാർ ഒരേ സമയം ആ പോക്കിമോൺ പിടിക്കാൻ വന്നിട്ട്. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ് അടച്ചിടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ? ഈ 10,000 പേര് ഒന്നിച്ചു വരുമ്പോ ഇത്രയും പേർക്ക് ഒരേ സെൽ നെറ്റ്വർക്കിന്നായിരിക്കുമല്ലോ കണക്ഷൻ വരിക. നെറ്റ് പോയിട്ട് സെർവർ ഡൗൺ ആവും. അതുപോലെ ഇവരുടെ പല ഈ ഗ്ലോബൽ ഇവന്റ്സിലും ഇവരുടെ ഈ ഗ്ലോബൽ ഇവന്റ്സിലൊക്കെ ഓൾമോസ്റ്റ് 10,000-30,000 പേരൊന്നാണ് പങ്കെടുക്കുക ഒരു ഗ്ലോബൽ ഇവന്റിൽ. അത് എന്തുകൊണ്ടാന്ന് പറയാം 30,000 നിൽക്കുന്നത്? ഇവര് ടിക്കറ്റ് അത്ര ലിമിറ്റ് ചെയ്തതാണ്. അതിലും കൂടി ആൾക്കാർ വരാൻ റെഡിയാണ്. ടിക്കറ്റ് സെയിൽസ് തുടങ്ങി 5 മിനിറ്റ് ടിക്കറ്റ് കഴിയും. അതാണ് ഇവർ 3 ബാച്ചായിട്ടാണ് നടത്തുക. ഇപ്പൊ അടക്കം ഈ ഞാൻ പറഞ്ഞ ഗോഫസ്റ്റ് നടക്കാൻ പോകണമെന്ന് അതിന്റെ അടക്കം 3 ബാച്ചായിട്ട് നടത്തുകയാണ്. ടിക്കറ്റ് അവർ വിൽക്കുകയാണ്. ആദ്യത്തെ ബാച്ചിന്റെ ടിക്കറ്റ് 2 മിനിറ്റ് തോറും ഓപ്പൺ ആക്കിയിട്ട് അതെ. ഇത് ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $200 ടോട്ടൽ ഫുൾ ഇതെടുക്കുകയാണെങ്കിൽ പ്രൈസ്. 3 ദിവസത്തെ ഇവന്റ് ആയിരിക്കും. 3 ദിവസം അവിടെ പോയി കളിക്കണം. അപ്പൊ ഇൻ ഗെയിം ടിക്കറ്റ് മാത്രം വാങ്ങിച്ചാൽ പോരാ, അവിടേക്കുള്ള ഫ്ലൈറ്റ്, വിസ എല്ലാം ഇവരെന്നെ എടുക്കണം.
ഗെയിം കളിക്കാൻ വേണ്ടി അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ അവിടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഗ്ലോബലി റിലീസ് ആവും ഒരു മാസം 2 മാസം അവിടെ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന രജനീകാന്തിന്റെ സിനിമ അതേപോലെയാണ്. അതേപോലെ ഒരു ഫിനോമിനയാണ് ശരിക്കും പോക്കിമോൺ ലോകത്ത്. ഇപ്പൊ ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ കൺസോളിലുള്ള പല ഗെയിമുകളും ഉണ്ടെന്ന്. ആ ഗെയിമുകൾക്ക് ഇപ്പോൾ ഈ മൊബൈൽ ഗെയിമിന്റെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവർ ഈ മെയിൻ പോക്കിമോൺ ഗോ എന്ന് പറഞ്ഞ മൊബൈലിലെ ഈ സാധനം വെച്ചിട്ടാണ് അതിന്റെ മാർക്കറ്റ് ചെയ്യാൻ പലപ്പോഴും യൂസ് ചെയ്യുക. മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞത് ശരിക്കും പോക്കിമോൺ വേൾഡിനെ മുഴുവൻ പിടിച്ചു കുലുക്കി. ഇവിടെ ഇത്രയൊക്കെ ഉള്ളെങ്കിലും ലോകത്ത് വലിയൊരു സംഭവമാണ്. ഭാവിയിൽ ഇത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ മേ ബി വന്നേക്കാം.